ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. തെളിവുണ്ടെങ്കിൽ വന്ദനെ ഈ നിമിഷം ഞാൻ തന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. ഡോക്ടർ പറഞ്ഞല്ലോ ഫുഡിൽ വിഷം കലർന്നതാണെന്ന്. വന്ദന വിഷം കലർത്തിയെന്ന് ഡോക്ടർ പറഞ്ഞോ? നീ എന്തൊക്കെയാ വിധി പറയുന്നത്? സത്യം, പരമമായ സത്യം. വന്ദനെ ജഗൻ കല്യാണം കഴിച്ചു എന്നറിയുമ്പോ നിങ്ങളുടെ അച്ഛൻ ജഗനെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുമെന്ന് കരുതി. പക്ഷേ അവൻ അവളെയും വിളിച്ച് ഇവിടെ പൊറുതി തുടങ്ങി. അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. അപ്പോഴാ ഇങ്ങനെ ഒരു വഴി തെളിഞ്ഞു വന്നത്. സ്വന്തം അച്ഛന് വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചവളുടെ കൂടെ ജഗൻ ഏതായാലും ഇനി ജീവിക്കാൻ പോകുന്നില്ല. ജഗനുമായുള്ള വന്ദനയുടെ ജീവിതത്തിന് ഇതോടെ കറ്റം വീഴും. ജഗനെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിക്കണമെന്നാ ഹരിത പറയുന്നത്. വിദ്യ, നിനക്ക് സ്വബോധം നഷ്ടപ്പെട്ടോ? ജഗനെ കൊണ്ട് വേറെ വിവാഹം കഴിപ്പിക്കാനോ? അവൻ അതിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അത് ചോദ്യം. അങ്ങനെ ചിന്തിക്ക്. ഇപ്പോഴത്തെ അവസ്ഥയില് ജഗൻ ഏതായാലും മറ്റൊരു കല്യാണത്തെ കുറിച്ച് ചിന്തിക്കില്ല. മറ്റൊരു കല്യാണം കഴിക്കാതെ അവൻ ഒറ്റത്തടിയായിട്ട് ജീവിക്കണം. അങ്ങനെ വരുമ്പോ സ്വത്തിലും പണത്തിലും ഒന്നും അവന് വലിയ താല്പര്യം കാണത്തില്ല. ബുദ്ധിപൂർവം കാണിച്ച അവൻ അവകാശപ്പെട്ട സ്വത്തുക്കൾ കൂടി നമുക്ക് ഒപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് പുച്ഛം. ഈ വീട്ടിലേക്ക് നിങ്ങളുടെ കൂടെ വിദ്യ കയറി വന്നതേ വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയ. ആ ലക്ഷ്യം വിദ്യ നേടിയെടുക്കുക തന്നെ ചെയ്യും. അതിനെന്തു മാർഗവും പയറ്റും ഞാൻ. വിദ്യ, നീ പുര കത്തുമ്പോ വാഴ വെട്ടാൻ നോക്കരുത് കേട്ടോ. വെട്ടും. വാഴ വെട്ടാൻ വേണ്ടി തന്നെയാ പുര കത്തിച്ചത്. ഒന്ന് ആലോചിച്ചു നോക്ക്. മൂത്ത മകനായി നിങ്ങൾക്ക് ഈ വീട്ടിൽ വല്ല വിലയുണ്ടോ? നിങ്ങളുടെ അച്ഛൻ കേരള രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ ശകുനി കരുണാകരക്കുറുപ്പിന് എന്തെങ്കിലും സംഭവിച്ച പകരക്കാരനായി കൊണ്ടുവരുന്നത് ജിതേന്ദ്രനെ ആയിരിക്കില്ല, ജഗനെ ആയിരിക്കും. ജിതേന്ദ്രൻ പിക്ചറിലേ ഇല്ല. അവിടെ നിങ്ങളെ തഴയപ്പെടും. ഇനി ജഗനും വന്ദനയും മാതൃകാ ദമ്പതികളായി ജീവിച്ച് അവർക്കൊരു കുഞ്ഞു പിറന്നാലോ? പിന്നെ ജഗന്റെ കുഞ്ഞായിരിക്കും ഈ വീടിന്റെ അനന്തരാവകാശി. അവിടെയും കുഞ്ഞുങ്ങളില്ലാത്ത ജിതേന്ദ്രൻ പുറത്ത്. എന്താ ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ജഗനാണെന്ന് തോന്നുന്നു. അച്ഛനെവിടെ? ഏട്ടാ ചോദിച്ചു കേട്ടില്ലേ? അച്ഛനെവിടെയെന്ന്? അച്ഛാ, അച്ഛാ. ഇതേ ഞാൻ താലി കെട്ടിക്കൊണ്ടു വന്നവളാ, എന്റെ ഭാര്യ. ഞാനില്ലാത്ത സമയത്ത് വന്ദന ഇവിടെ സുരക്ഷിതയായിരിക്കും എന്നുള്ള പ്രതീക്ഷയല്ല ഞാൻ പുറത്തേക്ക് പോകുന്നത്. വന്ദന ആരാ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത്? എന്തു കുറ്റ വന്ദന ചെയ്തതെന്ന്? ഓ, അതറിഞ്ഞില്ലേ? അച്ഛന് കൊടുത്ത പാലില് വിഷം കലർത്തി ഈ നിൽക്കുന്നവള്. അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചതിന് ഇവളെ പോലീസിൽ പിടിച്ചു കൊടുക്കുക വേണ്ടത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വന്ദനയെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ വേണമായിരുന്നു. അങ്ങനെ പറ. എന്നിട്ട് എന്തുകൊണ്ടാ പിടിപ്പിക്കാതെ? തെളിവ് വേണം. ഈ നിൽക്കുന്ന വന്ദനയാണ് അച്ഛന് കൊടുത്ത പാലിൽ വിഷം കലർത്തിയതെന്ന് എന്താ തെളിവ്? തെളിവുണ്ടെങ്കിൽ വന്ദനയെ ഈ നിമിഷം ഞാൻ തന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. ഡോക്ടർ പറഞ്ഞല്ലോ ഫുഡിൽ വിഷം കലർന്നതാണെന്ന്. വന്ദന വിഷം കലർത്തിയെന്ന് ഡോക്ടർ പറഞ്ഞോ?
ശരി, അത് പോട്ടെ. ആരെങ്കിലും വന്ദനയാണ് വിഷം കലർത്തിയെന്നുള്ളതിന് ദൃക്സാക്ഷികളുണ്ടോ? ദൃക്സാക്ഷികളുണ്ടെങ്കിൽ ഞാൻ ദാ മുമ്പ് പറഞ്ഞതുപോലെ വന്ദനയെ ഞാൻ തന്നെ പോലീസിൽ കൊണ്ടുപോയി ഏൽപ്പിച്ചേനെ. അല്ലെങ്കിൽ വന്ദന എന്റെ ഭാര്യയായിട്ട് ഇവിടെ തന്നെ കഴിയും. വന്ദനെ, വന്ദനെ, നീ ഇവിടെ ഇരിക്കുകയാണോ? കിച്ചണിലേക്ക് പോകുന്നില്ലേ? ഈ ചോദ്യം മാറ്റി ആരെങ്കിലാണ് ചോദിച്ചിരുന്നെങ്കിൽ അതെന്റെ നെഞ്ചി തറയ്ക്കുന്ന കൂരമ്പായി മാറിയനെ. വന്ദനെ, ജഗ, സാധാരണ ഒരു പെണ്ണ് താലികെട്ട് കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നത് പോലെ 1000 സ്വപ്നങ്ങളായിട്ട് ഇവിടേക്ക് കയറി വന്നവളല്ല ഞാൻ. മറിച്ച് മരവിച്ച മനസ്സുമായിട്ട് ഒരച്ഛന്റെ മനസ്സിന്റെ ഭാരം ഒഴിവാക്കാനായി ഇറങ്ങി തിരിച്ചവളാ ഞാൻ. വന്ദനെ, ഇന്നലെ ഇവിടെ നടന്നൊക്കെ മറന്നുകൂടെ നിനക്ക്? ഇന്നലെ എന്നെ വേദനിപ്പിച്ചവരുടെ മുഖത്ത് നോക്കി ഇന്നെനിക്ക് ചിരിക്കേണ്ടി വരും. എല്ലാം മറവി എടുത്തു കൊണ്ടുപോയി എന്ന് അഭിനയിക്കേണ്ടി വരും.